അപ്പോൾ നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന ഒരു മന്തിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചിക്കൻ എടുത്തു. ചിക്കൻ ഒരു ഫോർക്ക് വെച്ച് നന്നായിട്ടൊന്ന് കൊത്തി കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊത്തി കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ നന്നായിട്ടൊന്ന് കൊത്തി കൊടുക്കുക. ഇനി അതിലോട്ട് ചെറുതായിട്ട് അരിഞ്ഞ സവാള ഇട്ട് കൊടുക്കുക. പിന്നെ അതിലോട്ട് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ക്യാപ്സിക്കനും ഇട്ട് കൊടുക്കുക. ചെറുതായിട്ടാണ് അരിയേണ്ടത്. പിന്നെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ചപ്പും പുതിനയും ഇട്ട് കൊടുക്കുക. പിന്നെ കുരുമുളക് പൊടി പൊടിച്ചത് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് ഒരിത്തിരി മുളക് പൊടി ഇട്ട് കൊടുക്കണം. ഒത്തിരി മുളക് പൊടി ഇട്ട് കൊടുത്തു. പിന്നെ അതിലോട്ട് ഒരു മാഗി ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ മാഗി ക്യൂബ് നന്നായിട്ട് കൈ കൊണ്ടൊന്ന് ഉടച്ചിട്ട് അതിലോട്ട് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ ഇതിലോട്ട് ഒരു കളറിന് വേണ്ടിയിട്ട് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഫുഡ് കളർ ചേർത്തു. ഇനി അതിലോട്ട് ആവശ്യത്തിന് ഉപ്പ്, മാഗി ക്യൂബ് ഇട്ടിട്ടുണ്ടെന്നാലും ഒരു ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ സൺഫ്ലവർ ഓയിൽ ഒരു 1/2 കപ്പ് ചേർക്കുക. പിന്നെ അതിലോട്ട് നമ്മളുടെ മാഗി മസാല പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കൈ കൊണ്ടൊന്ന് ഇതെല്ലാം യോജിക്കുന്ന വിധത്തിലൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. ഇനി അരി ഒരു മണിക്കൂർ നമുക്ക് വെള്ളത്തിൽ വെക്കാം. ഇനി വെള്ളം ഒന്ന് തിളച്ച് വന്നതിന് ശേഷം അതിലോട്ട് നമ്മൾ ഒരു മണിക്കൂർ എടുത്ത് വെച്ചിരുന്ന അരി ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ വെള്ളത്തിലോട്ട് ഏലക്കായി, കറാമ്പൂ, പട്ട, പിന്നെ മല്ലി എന്നിവ ഇട്ട് നന്നായിട്ട് വെള്ളം ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളം തിളച്ച് വന്നപ്പോൾ നമ്മൾ അതിലോട്ട് അരി ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി ആ സമയം കൊണ്ട് നമ്മൾ നേരത്തെ മസാല കൂട്ടിയൊക്കെ വെച്ചിരുന്ന ചിക്കൻ ഒന്ന് വേവിച്ച് നന്നായിട്ടൊന്ന് എടുക്കാം. ഒരു എല്ലാ ഭാഗവും ഒന്ന് വേവിച്ച് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കനിലോട്ട് നമുക്ക് അരി ഇട്ട് കൊടുക്കാം. തിളപ്പിച്ചിട്ട ചോറ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനി ഇതൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലോട്ട് നമ്മൾ ഒരു 4 പച്ചമുളക് കുത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ അതിലോട്ട് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലോട്ട് നമ്മുടെ മന്തി റെഡി ആയിട്ടുണ്ട്. ഒരു